ഇനി നമുക്ക് സബ്സ്പേസിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അതിന് മുമ്പേ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചർച്ച ചെയ്തത് ഇപ്പോൾ വി ഒരു വെക്റ്റർ സ്പേസും ഡബ്ല്യു അതിൻ്റെ സബ്സെറ്റുമാണെങ്കിൽ ഡബ്ല്യു ഈസ് എ സബ്സ്പേസ് ഓഫ് വി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡബ്ല്യു സാറ്റിസ്ഫൈസ് ദീസ് 3 കണ്ടീഷൻസ്. ഈ റെഡിക്ക് ഞാൻ പാഡ് ചെയ്താണ്. ബാക്കിയുള്ള 3 കണ്ടീഷൻസും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്തതാണ്. പോസിറ്റീവ് വായിച്ചു നോക്കട്ടോ. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഒരു കാര്യം ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ 0 ബിലോങ്സ് ടു ഡബ്ല്യു എന്നുള്ള കണ്ടീഷന് പകരം ഡബ്ല്യു ഈസ് നോൺ എംപ്റ്റി എന്ന് പറഞ്ഞാലും മതി. അത് നിങ്ങൾ പോസിറ്റീവ് സ്വന്തം പ്രൂവ് ചെയ്യാൻ നോക്കൂ. അതായത് ഇപ്പോൾ 0 ബിലോങ്സ് ടു ഡബ്ല്യു ആണെങ്കിൽ ഡബ്ല്യു എന്തായാലും നോൺ എംപ്റ്റി ആയിരിക്കും. ഇനി തിരിച്ച് ഡബ്ല്യു നോൺ എംപ്റ്റി ആണെങ്കിൽ 0 ബിലോങ്സ് ടു ഡബ്ല്യു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് ഈ 2 കണ്ടീഷൻസിൻ്റെ കൂടെ ഡബ്ല്യു ഈസ് നോൺ എംപ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ബിലോങ്സ് ടു ഡബ്ല്യു എന്ന് കാണിക്കാൻ പറ്റുന്നു. ഒന്ന് പോസിറ്റീവ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഡബ്ല്യു നോൺ എംപ്റ്റി ആണെങ്കിൽ 0 ബിലോങ്സ് ടു ഡബ്ല്യു എന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്വന്തമായിട്ട് വായിച്ച് നോക്കുക. ഡൗട്ടൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമുക്ക് പ്രോബ്ലംസിലേക്ക് പോകാം. ഈ ഡബ്ല്യു നോൺ എംപ്റ്റി എന്നുള്ളത് ജസ്റ്റ് അങ്ങ് പറഞ്ഞു തന്നേ കേട്ടോ. അതായത് പലപ്പോഴും നമ്മൾ അതല്ല യൂസ് ചെയ്യുക. സബ്സ്പേസ് ആണെന്ന് കാണിക്കാൻ പോകുന്ന സമയത്ത് 0 ബിലോങ്സ് ടു ഡബ്ല്യു എന്ന് കാണിക്കുന്നതായിരിക്കും എളുപ്പം വരിക കേട്ടോ. അത് ജസ്റ്റ് അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് പ്രോബ്ലം ഒന്ന് പോസിറ്റീവ് വായിച്ച് നോക്കിയുള്ളൂ. അതായത് നമുക്കറിയാം എഫ് എൻ ഒരു വെക്റ്റർ സ്പേസ് ആണ് വിത്ത് യൂഷ്വൽ അഡീഷൻ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണത്. അങ്ങനെയാണെങ്കിൽ F4 ഒരു വെക്റ്റർ സ്പേസ് ആണല്ലോ. എന്നിട്ട് അതിൻ്റെ ഒരു സബ്സെറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ആ സബ്സെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ F4ൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെൻറ്റ്സ്, അതായത് x3 = 5x4 + b എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന F4ലെ എലമെൻറ്റ്സിൻ്റെ ഒരു കളക്ഷനാണത്. എന്നിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ സബ്സെറ്റ് ഈസ് എ സബ്സ്പേസ് ഓഫ് F4 ഇഫ് ആൻഡ് ഓൺലി ഇഫ് b = 0. പോസിറ്റ് സ്വന്തം ട്രൈ ചെയ്യുക. പരമാവധി സ്പീഡ് ചെയ്യാൻ നോക്കുക. മനക്കണക്കായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഞാൻ ഇവിടെ ആൻസർ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തുമെങ്കിലും നിങ്ങൾ പരമാവധി മനക്കണക്കായി ചെയ്യാൻ നോക്കുക കേട്ടോ. ഇവിടെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. അപ്പോൾ ആദ്യം ഞാനിത് സബ്സ്പേസ് ആണ് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ b = 0 എന്ന് കാണിക്കണം. ഞാൻ ഇവിടെ എഴുതിയിട്ട് നിങ്ങൾ വായിച്ച് നോക്കുക. ഇവിടെ ഐഡിയ ഇതാണ്. സബ്സ്പേസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? F4ലെ 0 ഈ സബ്സെറ്റിൽ വേണം. അപ്പോൾ F4ലെ 0 എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേണം. അപ്പോൾ അതിന് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ആ കണ്ടീഷൻ ഞാൻ ഇവിടെ എഴുതി. അപ്പോൾ b = 0 എന്ന് കിട്ടി. ഓക്കെ, ഇനി കോൺവേഴ്സ് നോക്കൂ. ഈ മനക്കണക്കായി ചെയ്യാൻ ശ്രമിക്കാമെന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ ചിലർക്കൊക്കെ കിട്ടാതിരിക്കുന്നില്ല. അവർ വിഷമിക്കരുത്. ഞാൻ ഉദ്ദേശിച്ചത് പരമാവധി സ്പീഡ് ചെയ്ത് പരിശീലിക്കുക എന്നുള്ളതാണ്. ഇതിനോട് ഇഷ്ടമുണ്ടോ വർക്ക് ചെയ്യുക. അപ്പോൾ ചില ആൾക്കാർ വളരെ ബ്രൈറ്റ് ആയിരിക്കും. ഞാനൊന്നും അത്ര ബ്രൈറ്റായ ഒരാളൊന്നുമല്ല. പക്ഷേ എനിക്ക് ഇത്ര സബ്ജക്റ്റിനോട് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ പിന്നിൽ അത് ചിന്തിച്ചുകൊണ്ടിരുന്നു. ഞാൻ എൻ്റെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കിയതും പഠിച്ചെടുത്തതും. അപ്പോൾ ചില ആൾക്കാർ ബ്രൈറ്റ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങളിൽ ബ്രൈറ്റായ ആൾക്കാർക്ക് പെട്ടെന്ന് മനക്കണക്കായി ചെയ്യാൻ പറ്റും. ഇനി അല്ല എന്നെപ്പോലത്തെ ഒരാളൊക്കെ ആണെങ്കിൽ കുറച്ചധികം അതിൻ്റെ പിറകെ കൂടേണ്ടി വരും. അപ്പം എനിവേ നമ്മൾ ഇഷ്ടമുണ്ടോ അതിന് കൂടെ നിൽക്കുക, അത്ര തന്നെ. നമ്മളാരും നമ്മൾ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ നമ്മളെ കഴിവിനെ കുറിച്ചിട്ട് അഹങ്കരിക്കുക, കഴിവുകേടിനെ കുറിച്ച് ദുഃഖിക്കുകയൊന്നും വേണ്ടവല്ലാതെ പരമാവധി ഉള്ള കഴിവൊക്കെ വെച്ചിട്ട് ഹാപ്പിയായി ജീവിക്കാൻ നോക്കുക. ഓക്കെ, എനിവേ ഇനി നമ്മൾ കോൺവേഴ്സാണ് ചെയ്യേണ്ടത്. അതായത് b = 0 ആണെങ്കിൽ ഈ സെറ്റ് സബ്സ്പേസ് ആണ് പറയണം അല്ലേ. ഇപ്പോൾ b = 0 ആകുമ്പോൾ ഇതെന്താ ഈ കണ്ടീഷൻ എങ്ങനെ മാറും? x3 = 5x4 എന്നായി മാറും അല്ലേ. അപ്പോൾ ഞാൻ ഈ സബ്സെറ്റ് ഇവിടെ മാറ്റി ചെയ്തിട്ടുണ്ട്. അതിനൊരു പേരും കൊടുത്തു. അപ്പോൾ ഇനി ഈ w സബ്സ്പേസ് ആണെന്ന് പറയണം. അപ്പോൾ അത് ക്ലോസർ അണ്ടർ അഡീഷനും ക്ലോസർ അണ്ടർ സ്കാലർ മൾട്ടിപ്ലിക്കേഷനും അതുപോലെ തന്നെ F4ലെ 0 ഈ w ഉണ്ടെന്നൊക്കെ പറയണം. ക്ലോസർ അണ്ടർ അഡീഷൻ ഞാൻ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അതായത് w-ലെ 2 എലമെൻറ്റ്സ് എടുത്തു. ഇതാ ഒന്നിങ്ങനെ അല്ലേ. നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ ഇത് w-ലേക്ക് കൊണ്ട് അതിന് ഈ കണ്ടീഷൻ ഉണ്ടാവും. ഇനി ഇത് w-ലേക്ക് കൊണ്ട് അതിനും ഈ കണ്ടീഷൻ ഉണ്ടാവും അല്ലേ. എന്നിട്ട് ഈ 2 കണ്ടീഷൻസ് ആഡ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് ഈ w-ലെ ഈ 2 എലമെൻറ്റ്സിൻ്റെ സമ്മ് ഇതാ വരുന്നത്. ഈ സമ്മ് w-ൽ ഉണ്ടാവാൻ വേണ്ട കണ്ടീഷൻ ഇതാണ്. ഇതിപ്പോൾ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമ്മ് w-ൽ ഉണ്ടാവും. വായിച്ച് മനസ്സിലാക്കുക. ഡൗട്ടിൽ ചോദിച്ചാൽ മതി. ഇനി ഇതിൻ്റെ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആണെന്നുള്ളതും F4ലെ 0 അതിനകത്തുള്ള ഉണ്ടെന്നുള്ളതൊക്കെ സ്വന്തം ചെയ്ത് നോക്കുക. ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുമ്പേ ഇതൊന്ന് ഓർക്കുക. F ഒരു ഫീൽഡും S ഒരു നോൺ എംപ്റ്റി സെറ്റുമാണെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് ഈ F⁻s എന്നാണ് സെറ്റ്. എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഫങ്ഷൻസ് ഫ്രം S to F. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. ഇതൊരു വെക്റ്റർ സ്പേസ് ആണെന്നൊക്കെ പറഞ്ഞാണ്. ഇതിൻ്റെ അകത്തുള്ള അഡീഷനൊക്കെ ഓർമ്മയില്ല. ഫംഗ്ഷൻസിൻ്റെ ഇടയിൽ സാധാ അഡീഷനും സാധാ സ്കാലർ മൾട്ടിപ്ലിക്കേഷനൊക്കെ വെച്ചിട്ടുള്ള ആ ലോസ് വെച്ചിട്ട് ഇതൊരു വെക്റ്റർ സ്പേസാണ് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അത് ഓർക്കുക. ഇനി ഈ പ്രോബ്ലം പോസിറ്റീവ് വായിച്ചു നോക്കും. ഈ പ്രോബ്ലത്തിലെ മെയിൻ സ്പേസ് ഇതാണ്. അതായത് എഫിന് പകരം റിയൽ നമ്പേഴ്സ്, എസിന് പകരം ക്ലോസ്ഡ് 0 അപ്പോൾ എന്താണ് r⁻⁻⁴ ക്ലോസ്ഡ് 0 എന്തായിരിക്കും? ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കും. ഞാൻ ആ പറഞ്ഞ അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷനും വെച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ അപ്പോൾ ഇതൊരു വെക്റ്റർ സ്പേസ് ആണ്. എന്നിട്ട് അതിൻ്റെ ഒരു സബ്സെറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഏതാണ്? ഈ ക്ലോസ്ഡ് 0 നിന്ന് ആറിലേക്കുള്ള കണ്ടിന്യൂസ് ഫങ്ഷൻസ് മാത്രം. ഓൺലി കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ഓൺ ക്ലോസ്ഡ് 0. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള കണ്ടിന്യൂസ് ഫങ്ഷൻസ് മാത്രം ആണ് സബ്സെറ്റ് ആയിട്ട് എടുത്തത്. എന്നിട്ട് അത് ഒരു സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് നിങ്ങൾ സ്വന്തം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഇവിടെ എഴുതൂല, ഏതാണ്ടും ഒന്ന് പറയുക.
നമുക്കറിയാം പണ്ട് മുതലേ ഞാൻ അറിയുന്ന അസ്യൂം ചെയ്യാണ് സം ഓഫ് നമുക്ക് എന്താ വേണ്ടി ആ സബ്സെറ്റ് ക്ലോസർ അണ്ടർ അഡീഷൻ ആയിരിക്കണം. അപ്പോൾ നമുക്കറിയാം രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുത്താൽ അതിൻ്റെ സമ്മും കണ്ടിന്യൂസ് ആണ് അല്ലേ. രണ്ട് റിയൽ വാല്യൂഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ സമ്മും എന്താണ് ഒരു കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. നമ്മൾ നേരത്തെ അറിയും, ഞാൻ അസ്യൂം ചെയ്യാണ് ഡിഗ്രിക്കോ അല്ലെങ്കിൽ പ്ലസ് ടു മുതലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, എനിവേ അതുകൊണ്ട് തന്നെ ഈ സബ്സെറ്റ് ക്ലോസർ അണ്ടർ അഡീഷനാണ്. അതുപോലെ തന്നെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനെ ഒരു റിയൽ നമ്പർ, ഇവിടുത്തെ ഫീൽഡ് പറഞ്ഞാൽ 6 അല്ലേ, അപ്പോൾ സ്കാലർ മൾട്ടിപ്ലിക്കേഷനെ റിയൽ നമ്പറോടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനെ, ഒരു കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷനെ ഒരു റിയൽ നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും ഒരു കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ് കിട്ടുക. സോ ആ സബ്സെറ്റ് ക്ലോസർ അണ്ടർ സ്കാലർ മൾട്ടിപ്ലിക്കേഷനാണ്. പിന്നെ 0 ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ 0 ആ സബ്സെറ്റിനകത്തുണ്ട്. ഓക്കെ, ഒക്കെ നിങ്ങൾ സ്വന്തം മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ 3 കണ്ടീഷൻ വെരിഫൈ ചെയ്തു. സോ ദാറ്റ് സബ്സെറ്റ് ഈസ് എ സബ്സ്പേസ് ഓഫ് ദിസ് സെറ്റ്. ക്ലിയർ അല്ലേ? അടുത്ത ദിവസം നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയം കളയുന്നില്ല, വായിച്ചാൽ മനസ്സിലാവും. ഞാൻ എൻ്റെ ഉത്തരം ഇവിടെ ഓരോന്നായിട്ട് എഴുതുക. അതായത് സബ്സ്പേസ് ആണെന്ന് കാണിക്കണം. അപ്പോൾ ആ 3 കണ്ടീഷൻസ് ഞാൻ ഇവിടെ എഴുതും. ആൻസറും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയം കളയുന്നില്ല അല്ലേ. ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ്റെ സമ്മും ഡിഫറൻഷ്യബിൾ ആണ് അല്ലേ, നമുക്ക് പ്ലസ് ടു മുതൽ അറിയുന്ന റിസൾട്ട്. അതുകൊണ്ട് സം ക്ലോസർ അണ്ടർ അഡീഷനാണ്, ക്ലോസർ അണ്ടർ സ്കാലർ മൾട്ടിപ്ലിക്കേഷനാണ്, 0 ഡിഫറൻഷ്യബിൾ ആണെന്നൊക്കെ അറിയാം. ഒക്കെ ഡൗട്ടിനൊക്കെ ചോദിക്കുക, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയം കളയില്ല. അടുത്തത് ഒരു വെക്ടർ സ്പേസിൻ്റെ 2 സബ്സ്പേസസ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഇൻ്റർസെക്ഷനും ഒരു സബ്സ്പേസ് ആണ് പ്രൂവ് ചെയ്യുക. പോസ് ചെയ്യുക, സ്വന്തം ട്രൈ ചെയ്യുക. പരമാവധി സ്വന്തം ട്രൈ ചെയ്തിട്ടേ അത് നോക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്, ഒരു വെക്ടർ സ്പേസ് വി എടുത്തു, എന്നിട്ട് അതിൻ്റെ 2 സബ്സ്പേസ് W1 W2 എടുത്തു. എന്നിട്ട് അതിൻ്റെ ഇൻ്റർസെക്ഷനും അതിൻ്റെ സബ്സ്പേസ് ആണെന്ന് കാണിക്കണം. അപ്പോൾ അതിന് ഞാൻ ആ സബ്സ്പേസ് ആണെന്ന് കാണിക്കുന്ന 3 കണ്ടീഷൻ ഇവിടെ വെരിഫൈ ചെയ്യുക ചെയ്തത്. അപ്പോൾ ഇൻ്റർസെക്ഷൻ W1 ഇൻ്റർസെക്ഷൻ W2 എന്ന് 2 എലമെൻറ്റ്സ് എടുത്തു, എന്നിട്ട് അതിൻ്റെ സമ്മും അതിൽ തന്നെ ഉണ്ടെന്ന് കാണിച്ചു അല്ലേ. അതിനെന്താ ചെയ്തത്, ഈ ഇൻ്റർസെക്ഷൻ 2 എലമെൻറ്റ്സ് എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ യുവും വിയും ഓരോന്നിലും ഉണ്ടാവും, W1 ഉണ്ടാവും W2 ഉണ്ടാവും, ഇൻ്റർസെക്ഷനിലായി കൊണ്ട് തന്നെ. അപ്പോൾ ഇതൊരു സബ്സ്പേസ് ആയതുകൊണ്ട് ഇതിൻ്റെ സം അതിൽ തന്നെ ഉണ്ടാവും, ഇതും ഒരു സബ്സ്പേസ് ആയതുകൊണ്ട് അതിൻ്റെ സമ്മും അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ സം 2ലും വന്നു, സോ ഇൻ്റർസെക്ഷനിൽ വന്നു. ഇനി അതേപോലെ ഇത് നിങ്ങൾക്ക് സ്വന്തം മനസ്സിലാക്കാവുന്നതാണ്. ഇൻ്റർസെക്ഷന് ഒരാളെടുത്തു, ഒരു സ്കാലർ CU എടുത്തു, അപ്പോൾ CU ആ ഇൻ്റർസെക്ഷനിൽ നിന്ന് കാണിക്കണം. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ ഇൻ്റർസെക്ഷൻ ഒരാളെടുത്ത് കഴിഞ്ഞാൽ അത് W1 ഉണ്ടാവും W2 ഉണ്ടാവും. അപ്പോൾ ഇത് 2 സബ്സ്പേസ് ആയതുകൊണ്ട് ഈ ഇതിൻ്റെ സ്കാലർ പ്രൊഡക്റ്റ് W1 ഉണ്ടാവും W2 ഉണ്ടാവും അല്ലേ. CU W1 ഉണ്ടാവും, CU W2 ഉണ്ടാവും. അപ്പോൾ ഇൻ്റർസെക്ഷനിൽ വന്നു അല്ലേ, കോമൺ ആയി. ഇനി ഇവിടെ എന്താ W1 W2 സബ്സ്പേസ് ആയതുകൊണ്ട് തന്നെ 2ലും 0 ഉണ്ടാവും, അപ്പോൾ ഇൻ്റർസെക്ഷനിലും 0 കിട്ടു. സോ പ്രൂഫായി. ഓക്കെ, ഇനി അടുത്തത് ഈസ് R2 എ സബ്സ്പേസ് ഓഫ് C2. ഇത് ലീനിയർ ആൾജിബ്ര ഡെൻഡ്രൈറ്റിലൊരു എക്സസൈസാണ്. ഇത് പറയുന്നതിന് മുമ്പേ ഒരു കാര്യം നമുക്ക് ഓർക്കാം. അതായത് F ഒരു ഫീൽഡ് ആണെങ്കിൽ Fn ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ ദ ഫീൽഡ് വിത്ത് യൂഷ്വൽ അഡീഷൻ ആൻഡ് സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് അല്ലേ. അപ്പോൾ Fn വെക്റ്റർ സ്പേസ് ആണ്, എൻ്റെ ഫീൽഡ് ഏതാണ്, ഈ Fn ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ F6 ആണെന്ന് വിചാരിക്കുക, N5 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ R5 എന്താണ്, ഒരു വെക്റ്റർ സ്പേസ് ആണ്, അതിൻ്റെ ഫീൽഡ് ഏതാണ്, Rn ആണ് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഫീൽഡ് C ആണെന്ന് വിചാരിക്കുക, അപ്പോൾ C7 ഇതും ഒരു വെക്റ്റർ സ്പേസ് ആണ്, ഇതിൻ്റെ ഫീൽഡ് ഏതാണ്, Cn ആണ്. നമ്മളിങ്ങനെയാണ് ഈ സിമ്പൽ അവതരിപ്പിച്ചത് കേട്ടോ. ഇവിടെ ചെറിയൊരു ഡൗട്ടിന് ചെറിയൊരു പോസിബിലിറ്റി ഉണ്ടായേക്കാം, ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് പറയുന്നില്ല. എനിവേ, അപ്പോൾ ഇവിടെ R2 എന്ന് പറയുമ്പോൾ വെക്റ്റർ സ്പേസ് ആണ്, ഇതിൻ്റെ ഫീൽഡ് ഏതാണ്, റിയൽ നമ്പേഴ്സാണ്. ഇവിടെ C2 വെക്റ്റർ സ്പേസ് ആണ്, ഫീൽഡ് ഏതാണ്, Cn ആണ്. ഇനി ക്വസ്റ്റ്യൻ നോക്കൂ, ഈ R2 C2ൻ്റെ സബ്സ്പേസ് ആണോ, ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കൂ. ഇത് ചെയ്തു കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം ഈ R2 C2ൻ്റെ സബ്സെറ്റായി ചിന്തിക്കാൻ പറ്റുമോ, ഒന്ന് ആലോചിച്ച് നോക്കൂ. പറ്റും. അപ്പോൾ Rനെ Cൻ്റെ സബ്സെറ്റായി ചിന്തിച്ചു, റിയൽ നമ്പേഴ്സിൻ്റെ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സബ്സെറ്റായി ചിന്തിച്ചൂടെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 5 ഒരു റിയൽ നമ്പറാണ്, അതിനെങ്ങനെ എഴുതാം, 5 + 0 അതിന് എഴുതാം. അപ്പോൾ അതിൻ്റെ കോംപ്ലക്സ് നമ്പറായി. അപ്പോൾ എല്ലാ റിയൽ നമ്പേഴ്സും കോംപ്ലക്സ് നമ്പേഴ്സിലുണ്ട് അല്ലേ. അതേമാതിരി തന്നെ R2 C2ലുണ്ടെന്ന് ഇങ്ങനെ പറയാൻ പറ്റും. അതായത് ഇപ്പോൾ R2 ഒരു എലമെൻറ്റ് എടുക്കുക, 5 7, ഇതിനെങ്ങനെ മാറ്റി എഴുതാം, 5 + 0i, 7 + 0i എന്ന് മാറ്റി എഴുതാം. അപ്പോൾ എന്തായി, 5 7 R2ലെ ഈ എലമെൻറ്റ് C2ലെത്തി. ക്ലിയർ അല്ലേ. അപ്പോൾ അങ്ങനെ R2 സബ്സെറ്റ് ഓഫ് C2 എന്ന് ചിന്തിക്കാം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഈ സബ്സെറ്റ് ഇതിൻ്റെ സബ്സ്പേസ് ആണോ. അപ്പോൾ ആ 3 കണ്ടീഷൻസ് വെരിഫൈ ചെയ്ത് നോക്കുക. ക്ലോസർ അണ്ടർ അഡീഷനും ക്ലോസർ അണ്ടർ സ്കാലർ മൾട്ടിപ്ലിക്കേഷനും, അതുപോലെ തന്നെ ഇവിടുത്തെ 0 ഇവിടെ ഉണ്ടോ, അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ പോസ് ചെയ്തിട്ട്. ഇത് സബ്സ്പേസ് അല്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലോസർ അണ്ടർ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ അല്ല.
കാരണം എന്താ അവിടെ എക്സാമ്പിൾ ഞാൻ കാണിച്ചിട്ടുണ്ട് 5 7 R2 പിന്നെ ഈ വെക്ടർ സ്പേസിൻ്റെ ഫീൽഡ് ഏതായിരുന്നു സിയ, എന്നിട്ട് അവിടെ നിന്ന് ഒരു സ്കാലർ ഐ എടുത്തു. ശ്രദ്ധിക്കണേ, ഇതിൻ്റെ ഫീൽഡ് തന്നെയാണ് ഈ സബ് സ്പേസിന് വരേണ്ടത്. ഓർക്കണം, ഡെഫിനിഷൻ ഓർത്താൽ മനസ്സിലാവും. ഓർമ്മയില്ലെങ്കിൽ ഇപ്പോൾ ഓർത്ത് വെച്ചോളൂ. വെക്ടർ സ്പേസിൻ്റെ ഫീൽഡ് തന്നെയാണ് സബ് സ്പേസിൻ്റെയും ഫീൽഡ്. സബ് സ്പേസിൻ്റെ ഫീൽഡ് മാറില്ല. ഇവിടെ സിയും ഇവിടെ ആറും അങ്ങനെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ സ്കാലർ എടുക്കേണ്ടത് ഇതിൻ്റെ ഫീൽഡിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇതിൻ്റെ ഫീൽഡിൽ നിന്ന് എന്തെടുത്തു, ഐ എടുത്തു. അപ്പോൾ അതിൻ്റെ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ഇത് വരും. ഇത് R2 ഇല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ. സോ ഇറ്റ് ഈസ് നോട്ട് എ വെക്ടർ സ്പേസ്. ക്ലിയർ? യെസ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ റെഫർ ചെയ്യുന്ന ബുക്കുകളിലെ എക്സസൈസുകൾ, പ്രധാനപ്പെട്ട എക്സസൈസുകളൊക്കെ ഞാൻ വീഡിയോയിൽ വീഡിയോകളിൽ ഉൾപ്പെടുത്തും. എങ്കിലും നിങ്ങൾ ഈ ലീനിയർ അൽജിബ്ര ഡെൻഡ്രൈറ്റിൻ്റെ ഒക്കെ ബുക്ക് ഇൻ്റർനെറ്റിൽ ഫ്രീലി അവൈലബിൾ ആണ്. അപ്പം അത് അങ്ങനെയാണ് ആ ബുക്കുകൾ ഓപ്പൺ ആയിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ ബുക്കിൻ്റെയൊക്കെ സോഫ്റ്റ് കോപ്പി, അതുപോലെ തന്നെ ആർട്ടിൻ്റെയൊക്കെ കോപ്പികൾ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് അതിനകത്തുള്ള എക്സസൈസുകൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ചെയ്യാൻ നോക്കുക. അതിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയ സാധനമൊക്കെ ഞാൻ പല വീഡിയോകളിലായിട്ട് വരും. എന്നാലും നിങ്ങളത് സ്വന്തം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അവസാനം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പോൾ NBHM CCRൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സോൾവ് ചെയ്യുമ്പോൾ എല്ലാ കാര്യവും വന്നോളും. എങ്കിലും നിങ്ങൾ സ്വയം ആ എക്സസൈസൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നത് നന്നാവും. ഡൗട്ടൊക്കെ ഉണ്ട് ചോദിച്ചാൽ മതി കേട്ടോ. ഈ ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ബോക്സിലൊക്കെ ഈ വാട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് ഉണ്ടാവും, അത് ഉപയോഗപ്പെടുത്താം.